ഈ പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളെ ശ്രദ്ധിച്ചോ? അവരൊരു പ്രത്യേക ചെടിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്താണ് ഈ ചെടിയുടെ പ്രത്യേകത എന്നറിയാമോ? ഈ ചെടി ചിത്രശലഭങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്. ഈ ചെടി പൊതുവിൽ അറിയപ്പെടുന്നത് കിലുക്കി ചെടി, പൂമ്പാറ്റ കിലുക്കി എന്നൊക്കെയാണ്. ചണ, തന്തലക്കൊട്ടി എന്നുമൊക്കെ ഇതിന് പല സ്ഥലങ്ങളിലും പേര് വിളിക്കാറുണ്ട്. ഇത് ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു അധിനിവേശ സസ്യമാണെന്നും കളയാണെന്നുമൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ എന്തു തന്നെ ആയാലും ഈ ഒരു ചെടി നമ്മുടെ പൂന്തോട്ടത്തിലുണ്ടെങ്കിൽ എന്നും മനോഹരമായ ഈ കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ചെടി ഭക്ഷ്യയോഗ്യമാണെന്നും മറ്റു ചില രാജ്യങ്ങളിലൊക്കെ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് ആഹാരമായി എന്നുമൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ ഒരു ചോദ്യം എപ്പോഴും ഉയരുന്നത്, ഈ ചെടികളിൽ എന്തുകൊണ്ടാണ് ഈ പൂമ്പാറ്റകൾ ഇങ്ങനെ വന്നിരിക്കാൻ കാരണമെന്നുള്ളതാണ്. എല്ലാ പൂമ്പാറ്റകളും പൂവിലുമല്ല വന്നിരിക്കുന്നത്. ചെടിയുടെ ഏത് ഭാഗത്തും പൂമ്പാറ്റകൾ വന്നിരിപ്പുണ്ട്, പൂക്കളിലും ഇരിപ്പുണ്ട്. അപ്പോൾ എന്താണ് പൂമ്പാറ്റകളെ ഈ ചെടിയിലേക്ക് ഇത്രയധികം ആകർഷിക്കുന്നത് എന്നത് എപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളൊരു കാര്യമാണ്. ക്രോട്ടലേറിയ റെറ്റ്യൂസ എന്ന പേരിലാണ് ഈ ചെടി ശാസ്ത്രീയമായിട്ട് അറിയപ്പെടുക. ഈ ചെടിയുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആൽക്കലോയിഡുണ്ട്. മോണോക്രോട്ടാലിൻ എന്നാണ് ഇതിൻ്റെ പേര്. ഈ ആൽക്കലോയിഡ് എന്ന് പറയുന്ന ആ ആഹാരം കഴിക്കുകയാണെങ്കിൽ ഈ പൂമ്പാറ്റകൾക്ക് തങ്ങൾക്ക് ആവശ്യമായ ഫിറമോൺ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഈ ഫിറമോൺ എന്ന് പറയുന്നത് പൂമ്പാറ്റകൾക്ക് ഇണചേരുന്നതിനും ദിശ കണ്ടുപിടിക്കുന്നതിനുമൊക്കെ സഹായമാകുന്ന ഒന്നാണ്. തങ്ങളുടെ ജീവിതചക്രം പൂർത്തിയാക്കാൻ ഈ ഫിറമോൺ അവർക്ക് ആവശ്യമാണ്. ഇത് ധാരാളമായി കിട്ടാനാണ് അവർ ചെടിക്ക് ചുറ്റും കൂടുന്നത്.